നമസ്കാരം. പരിചയപ്പെടുത്തലുകൾ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഇന്നെനിക്കൊപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തോടെയും അതിലേറെ അഭിമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു ശ്രീ ബാലചന്ദ്ര മേനോൻ. വെൽക്കം സർ. നമസ്കാരം സർ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾക്ക് ബാലചന്ദ്ര മേനോനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പക്ഷേ പുതിയ വിശേഷങ്ങൾ, ബാലചന്ദ്ര മേനോൻ്റെ പുതിയ വിശേഷങ്ങൾ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ സാർ കുറച്ച് അടുത്തിടെ വന്നൊരു കാര്യമാണ്, പുതിയ യൂട്യൂബ് ചാനൽ വരുന്നു, ഫിലിമി ഫ്രൈഡേസ്. എന്താണ് ഫിലിമി ഫ്രൈഡേസ്? അതായത് നമ്മൾ ഇതിനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരാം. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോഴാണ് ആ പ്രോഗ്രാം റെലവൻ്റ് ആവുന്നത്. ബാലചന്ദ്ര മേനോൻ യൂട്യൂബ്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യഥാർത്ഥത്തിൽ. ഐ വാസ് നോട്ട് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത്തവണ ആ യൂട്യൂബിൽ ഞാൻ ഒരു പുതിയ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചിരിക്കുകയാണ്. എനിക്കൊരു വേദി, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ളൊരു വേദി. മുമ്പ് ഇടയ്ക്കും തലയ്ക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്തിനു പറയണമെന്ന ചോദ്യമുണ്ട്. അപ്പോൾ ചിലർ സ്വാഭാവികമായിട്ട് എന്താ ഇപ്പോൾ യൂട്യൂബിനകത്ത് ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഓരോ ഘട്ടങ്ങളുണ്ട്. ഞാനിപ്പോൾ ഏതാണ്ട് മോർ ദാൻ 4 decades, 1975 ശരിക്കും ഞാൻ സിനിമ വരുന്നത്. 75-76 കാലഘട്ടം പത്രക്കാരനായിട്ട്. അങ്ങനെ കണക്കൂട്ടിയാൽ ഇപ്പോൾ 2019 നിൽക്കുമ്പോൾ കൂട്ടിക്കൊള്ളു മോർ ദാൻ 4 decades ആയി. ഈ പറഞ്ഞ പോലെ ചിത്രങ്ങൾ എഴുതി, സംവിധാനം ചെയ്തു, അഭിനയിച്ചു, എഡിറ്റ് ചെയ്തു, നിർമ്മിച്ചു, പാട്ടുപാടി, അഭിനയിച്ചു. കൂട്ടത്തിൽ തന്നെ അങ്ങനെ സിനിമയുടെ സമഗ്ര മേഖലകളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തിൽ തന്നെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ അനുഭവങ്ങളാണ് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റും സമ്പത്തും. നമ്മൾ ഒരു സിനിമ വിടുക, ഞാൻ ഐ വിൽ ട്രൈ ടു എക്സാമ്പിൾ ഇൻ എ ഡിഫറെൻറ്റ് വേ. ലൈക്ക്, അതായത് നമ്മളൊരു യാത്രയ്ക്ക് പോകും, ഇവിടുന്ന് കന്യാകുമാരി വരെ പോയി രാത്രി സ്റ്റേ ചെയ്ത് തിരിച്ചു വരും. അത് മാറ്റർ ഓഫ് ഫാക്റ്റാണ്. എത്ര മണിക്ക് പുറപ്പെട്ടു, കന്യാകുമാരിയുള്ള യാത്ര, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണ്, എത്ര രൂപ ചിലവാകും, ഏത് ഹോട്ടലാണ് ബെസ്റ്റ്, എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക, മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഏത് ബാറാണ് നല്ലത്, ഇതെല്ലാം ആലോചിച്ച് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ യാത്ര തീർന്നു. ഈ യാത്ര നമ്മിൽ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, സൈലൻറ്റ് ലെസൺസ് എന്ന് പറയും. അവിടെ ആ രാത്രി 12:30 മണിക്ക് ബാറിൽ പോയി തട്ടിയപ്പോഴാണ് ആ ബഹളം ഉണ്ടായത്. ഗോട്ട് മൈ പോയിന്റ്. അതല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ബാത്റൂമിൽ പോയിട്ട് നമ്മൾ നടന്നപ്പോഴാണ് ആ ബാത്റൂമിൽ തെന്നി വീണത്. ഓക്കെ. അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം നമ്മൾ ശ്രദ്ധിക്കാതെ വഴിയോരത്ത് കിടന്ന വെള്ളം കുടിച്ചിട്ടാണ് എനിക്ക് ഡിസെൻട്രി ഉണ്ടായത്. ഇങ്ങനെ കുറേ പാഠങ്ങൾ പഠിക്കും. അപ്പോൾ ഈ 4 പതിറ്റാണ്ടുകൾ എനിക്ക് ഈ സിനിമകളിൽ കൂടെ തന്നിട്ടുള്ള അനുഭവങ്ങളെ ഞാനൊന്ന് ക്രോഡീകരിച്ച് ക്രോണിക്കിൾ ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നോടൊപ്പം തീരും. ഇനി വരാൻ പോകുന്നൊരു തലമുറയുണ്ട്, അവർ സിനിമയിൽ വരാൻ കാത്തിരിക്കുന്നവരാണ്, ആകാംക്ഷയോടെ ആ ഒരു പാഷനോടെ നിൽക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അത് നല്ലതായി വരികയാണെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത്, ഒരു വലിയ കാര്യം ആയിട്ട് ഞാൻ മനസ്സിൽ കരുതിയിട്ടൊരു ഏതാണ്ട് ഒരു ഉപാസന പോലെ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൽ എൻ്റെ ഈ ഫിലിമി ഫ്രൈഡേസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നത് ഏപ്രിൽ 12. നമുക്കിനി സിനിമയിലേക്ക് വരാം. ഇപ്പോൾ സാറിൻ്റെ പുസ്തകത്തിൽ അമ്മയാണ് സത്യം, അതിൽ എഴുതിയിരുന്നു. അപ്പോൾ ഞാനൊന്ന് വായിക്കാതെ, ഞാൻ എന്തും വാശിക്കാരനായിരുന്നു, വിജയിച്ചാലും ഇല്ലെങ്കിലും ശ്രമിക്കുക എന്നത് എൻ്റെ ശീലമാണ്. അമ്മയാണ് സത്യത്തിൽ താങ്കൾ എഴുതിയ വരികളാണ്. ആരാണ് ബാലചന്ദ്ര മേനോനെ വാശിക്കാരനാക്കിയത്? അതിനെനിക്കൊരു മറുപടിയുണ്ട്. താങ്കൾ എഴുതിയ പുസ്തകം, താങ്കൾ വായിച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പുസ്തകം അമ്മയാണ് സത്യം. ഞാൻ മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അല്ല, അതിൻ്റെ കവർ പേജ് എൻ്റെ മുഖമാണ്. അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് ഞാനിട്ട് നിന്നെ എന്തിനു കൊള്ളാമെന്നാണ്. ഈ പുസ്തകം ഇവിടെ വെച്ചിട്ട് പ്രസ് ക്ലബ് വെച്ചാൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ആരാണ് എനിക്ക് വാശി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, എന്നോട് നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച ആൾക്കാരാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവേ ഇത്തിരി വാചകം കൂടുതലുള്ളതുകൊണ്ട് ചിലർക്കൊന്നും അത്ര സുഖപ്രദമാകത്തുമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയും. അഭിപ്രായം പറയുമ്പോൾ കുറേ അബദ്ധങ്ങളുണ്ടാവും, കുറേ സുബദ്ധങ്ങളുണ്ടാവും. ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ പഠിക്കുന്നത്? പറയുമ്പോൾ ആദ്യം ഗ്രാമർ നോക്കത്തില്ല, കുറേ തെറ്റൊക്കെ വരും, പക്ഷേ പറഞ്ഞ് നമ്മളങ്ങ് പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മലയാള സിനിമയിൽ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ കഴിയുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു എസ്റ്റിമേഷൻ എപ്പോഴും വേണം, സെൽഫ് എസ്റ്റിമേഷൻ. ഞാൻ അവിടെ പോയാൽ എന്ത് പറയണം എന്നുള്ളതിനെ പറ്റി ആദ്യം നിശ്ചയിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിദ്ധി നമുക്കുണ്ടായില്ലെങ്കിൽ നമുക്ക് പലയിടത്തും അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, അത് അസ്ഥാനത്തും അനവസരത്തിലുമുള്ള വിമർശനങ്ങൾ, അതൊരു പക്ഷേ ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആയിരുന്നില്ല. അത് വന്നിരിക്കുന്നത് ധാർമ്മിക രോഷത്തിൽ നിന്നും അസഹിഷ്ണുതയിൽ നിന്നുമാണ്. ഇയാളിത് ചെയ്യുന്നില്ല, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നങ്ങ് തീർത്തേക്കാം.
ഒരാളുടെ ഒരു നല്ല ലേഖനം എഴുതിയിട്ട് ഒരു പത്രം ഓഫീസിൽ കൊടുത്താൽ അതിമനോഹരമായൊരു ലേഖനം, ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലാസ്റ്റ് പാരഗ്രാഫാണല്ലോ, അതങ്ങ് കളഞ്ഞേക്കാം, എനിക്കിത് എഴുതാൻ പറ്റുന്നില്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഈ ഫ്രാങ്ക്നെസ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പച്ചയായ സത്യം പറയാം. ഇതെല്ലാം റിയലൈസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങൾ യൂട്യൂബിൽ പറയണം ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ആരെയും ഹെർട്ട് ചെയ്യാനല്ല, നോ, ഇറ്റ് ഈസ് ഐ ആം മോസ്റ്റ് ഹോസ്പിറ്റബിൾ ടു എവരി വൺ, ഐ റെസ്പെക്ട് എവരി വൺ ഇൻ ദ ഇൻഡസ്ട്രി. പക്ഷേ ഞാൻ എന്നെ ഒരാൾ തല്ലിയെങ്കിൽ ഞാൻ തല്ലിയെന്ന് തന്നെ പറയും, അല്ല തടവിന്ന് ഞാൻ പറയത്തില്ല. പറയേണ്ട കാര്യം എനിക്ക് ഒട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ തല്ല് കൊണ്ടുവന്നുള്ളത് എൻ്റെ ഈ വാച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സിനിമയിൽ ആകർഷണം തോന്നുന്ന ചെറുപ്പക്കാർ കണ്ടു കഴിഞ്ഞാൽ ദേ ക്യാൻ റെക്ടിഫൈ ദ മിസ്റ്റേക്ക് ഇൻ ഫ്യൂച്ചർ ഇഫ് ദേ വാണ്ട്. അതാണ് ഉദ്ദേശം. ജേർണലിസത്തിൽ ഗോൾഡൻ മെഡലിസ്റ്റാണ്. അതെ, കേരളമതിലായത്. കേരളമതി ഗോൾഡ് മെഡലാണ് ഫോർ ദി ബെസ്റ്റ് റിപ്പോർട്ടർ. നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ നാനാ വാരികയുടെ ലേഖകനായിട്ടാണ് മദ്രാസിലേക്ക് ഇടവയിൽ നിന്ന് വണ്ടി കയറുന്നത്. അതെ, മദ്രാസ് ജീവിതം എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? അല്ല, മദ്രാസ് ജീവിതത്തിൽ ഞാൻ പറയുന്നുണ്ട്, മദ്രാസ് ജീവിതമാണ് എൻ്റെ പാഠശാല. നമ്മളിപ്പോൾ ഒരു നാട്ടിൻപുറത്ത് മുരുക്കുമ്പുഴയിലോ അല്ലെങ്കിൽ ചാലക്കുടിയിലോ ഒരു പയ്യനിരുന്ന് എനിക്ക് സിനിമയിൽ പോകണം, സിനിമാ നടനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ല അത്. എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞെങ്കിലാണ് ഈ ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് നിൽക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടെ അല്ല, ഞാൻ പത്രക്കാരനായിരുന്നു. ഇപ്പം നിങ്ങളിരിക്കുന്ന വേഷത്തിലാണ് ഞാൻ അന്നിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ആ സ്ഥാനം എല്ലാവരും തന്നു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് സംസാരിച്ചു, ഡയറക്ടറോട് സംസാരിച്ചു, നടിയോട് സംസാരിച്ചു, നടനോട് സംസാരിച്ചു, ക്യാമറമാനോട് സംസാരിച്ചു. ഇവരെല്ലാം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞത്. ഈ പ്രശ്നങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻറിച്ച്ഡ് ആകുകയാണ്. അപ്പോൾ ഒരു വലിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പരിശീലനമായിരുന്നു ഈ കോടമ്പാക്കം യാത്രകൾ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പ്രായോഗികമായിട്ട്, ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല നാനയിൽ. നാനയാണ് സിനിമയിലേക്കുള്ള വാതിൽ എനിക്ക് തുറന്നിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ കൃഷ്ണസ്വാമി റെഡ്ഡിയാണ്, അതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം മാത്രമായിരുന്നു എൻ്റെ കാരണക്കാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രജനീകാന്തുമായിട്ടുള്ള അനുഭവം, മണിയൻപിള്ള രാജുവായിട്ടുള്ള അനുഭവം, അതൊക്കെ സാറ് പറയുന്നത് അതൊക്കെ ഒരു അല്ലേ മദ്രാസ് ജീവിതത്തിൻ്റെ? അതെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് വിസ്തരിച്ച് പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ അറയ്ക്കുന്നത്. ആ പറഞ്ഞ ശരി. ഇപ്പം മണിയൻപിള്ളയുടെ തന്നെ പിന്നെ മണിയൻപിള്ള രാജു എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല, അന്ന് രാജു അല്ല, സുധീർ കുമാർ. സുധീർ കുമാർ മദ്രാസിൽ താമസിക്കുന്നു, ഒരു ലോഡ്ജിൽ താമസിക്കുന്നു. അവിടെ ചെന്നാണ് ഞാൻ ഒരു സുധീറിനെ കാണുന്നത്. വളരെ ദയനീയമായിരുന്നു സുധീറിൻ്റെ. അതൊക്കെ സുധീറിനറിയാം. എന്നേക്കാൾ നന്നായിട്ട് സുധീർ അത് ഏതെങ്കിലും ഒരു ചാനലിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സുധീർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയാമല്ലോ, ഞാൻ ഇരിക്കുകയല്ലേ, അതിനല്ലേ ഫിലിം ഫ്രൈഡേസ് ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ അത് പിന്നെ ഈ രജനീകാന്തുമായുള്ള സംഭവം അത് പലരും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതൊക്കെ ഈ എൻ്റെ ഈ ഫിലിം ഫ്രൈഡേസിൽ രജനീകാന്തും മൃണാൾ സെന്നും എന്താ പറയുക, അദ്ദേഹം മരിച്ചുപോയി. ഇത്തരത്തിലുള്ള പിന്നെ എത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അന്ന് മുതലേ ഞാൻ പെയ്യപ്പെട്ട എത്ര പേർക്കാണുണ്ട്. നസീർ സാറ്, മരി സാറിൻ്റെയൊക്കെ ഒരു പത്രക്കാരൻ്റെ കാഴ്ചപ്പാടിലൊരു മുഖമുണ്ട്. പിന്നെ നടനായപ്പം അത് രീതി മാറി. നമ്മുടെ ഒരു പത്രക്കാരനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നൊരു കാഴ്ചപ്പാട് വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വെറ്ററൻസ്, പത്മിനി മാഡം, മരിച്ചുപോയ സുജാത പഴയത്, അങ്ങനെ മാസ്റ്റർ രഘു നിക്കറിട്ട സമയത്തുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ ഒരുപാടുണ്ട്. റാണിചന്ദ്രനാണ് ഞാൻ ആദ്യം ഇൻ്റർവ്യൂ ചെയ്ത്. അവർ അതെല്ലാം നല്ല കനത്ത ഓർമ്മകളാണ് എനിക്ക്. അതായത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ കോടമ്പാക്കത്തെ ഒരു പത്രപ്രവർത്തനം എന്ന രീതിയിലല്ല ഞാൻ ചെന്നത്. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനാണെന്നുള്ള എല്ലാവർക്കും അറിയാം. താങ്കൾ പറഞ്ഞ പോലെ ജേർണലിസ്റ്റിൽ എൻ്റെ ബിരുദം അറിയാം. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വീകാര്യനായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് സമയം തന്നു. പിന്നെ ഞാൻ ഈ സെറ്റിൽ കറങ്ങി നടന്ന ഡയറിയും കഷത്തി വെച്ച് പോകുന്ന പത്രക്കാരനായിരുന്നില്ല ഒരിക്കലും. നേരത്തെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യും, ഞാൻ അവരുടെ വീട്ടിലേ പോകത്തുള്ളൂ, പോയി കണ്ട് സംസാരിക്കും, കാര്യങ്ങൾ അതാത് സമയങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അതിൽ നീ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അത് പത്രപ്രവർത്തനമാണ് എന്നെ സംബന്ധിച്ച് എന്നെ സിനിമയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമമായിട്ട് മാറുന്നത്. അതെനിക്ക് ഭയങ്കര സമ്പത്തായിരുന്നു. നസീർ സാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നസീർ സാറ് സിനിമയിൽ, മലയാള സിനിമയിൽ ഏറ്റവും അധികം ആകർഷിച്ച വ്യക്തിത്വം എന്ന് സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും പ്രേംനസീറിനെ. അതെ, അതായത് അദ്ദേഹം നസീർ സാറ് വളരുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ള സിനിമാ ലോകത്തെയും നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എൻ്റെ പുസ്തകം വായിച്ചിരിക്കുന്നു. ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതെ, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ് എന്നോടൊപ്പം ചുറ്റുമുള്ള ലോകവും വളരണമെന്ന് ആഗ്രഹിച്ച ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ആ ചിന്ത ഇന്ന് എത്ര പേർക്കുണ്ടെന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ച്. അതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ഇപ്പോഴത്തെ നടന്മാർ സ്വന്തം കാര്യം സിന്ദാബാദിൻ്റെ വക്താക്കളാണ്. ഇപ്പോൾ അതായത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി നന്നാക്കാൻ പറ്റാത്തത് എനിക്ക് നന്നാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടത് വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതെനിക്ക് പറയാൻ സാധിക്കും. ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട്
എൻ്റെ പേര് മാത്രം മതി കച്ചവടമാകാനും തിയേറ്ററിലെത്താനുമുള്ളൊരു കാലഘട്ടമുണ്ട്. എൻ്റെ സൽപ്പേരിനുണ്ടായിരുന്ന ഇൻറ്റൻസിറ്റിയും ആർക്കും കുറച്ച് കാണാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയത് ഇന്നതുണ്ടെന്നല്ല, ഇന്നത് നൊസ്റ്റാൾജിയായിട്ട് ഇരട്ടിച്ചിരിപ്പുണ്ട്. അവരിലേക്കാണ് ഞാൻ ഈ ഫിലിം പ്രൊഡ്യൂസ് വരുന്നത്. യു ഗോട്ട് മൈ പോയിന്റ്. അപ്പോൾ അന്നും ഞാൻ എൻ്റെയും 2 ഫ്രണ്ട്സിനെയും വെച്ചല്ല സിനിമ എടുത്തത്. എൻ്റെ സിനിമകളിൽ വേറെ പറവൂർ ഭരതൻ, അദ്ദേഹം കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റാണോ? അല്ലല്ലോ. കുഞ്ഞാണ്ടി, അദ്ദേഹം ടിക്കറ്റ് വിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ടിക്കറ്റ് വിൽക്കുന്നുണ്ടാകും പുറത്തിടുന്നത്, നല്ലല്ലോ. ആറന്മുള പൊന്നമ്മ, മനസ്സിലാക്കണം. നെല്ലിക്കോട് ഭാസ്കരൻ, ഇങ്ങനെയുള്ള എനിക്കും ഇതേയുള്ള സെറ്ററൻസായ ആർട്ടിസ്റ്റുകൾ അവരെല്ലാം എൻ്റെ പടത്തിൽ ഞാൻ സഹകരിപ്പിക്കുമായിരുന്നു. അത് ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്നു. അത് പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമില്ല. എന്തിന് ഞാൻ എൻ്റെ അറിവ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം? അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ കരുതുന്നത് നമ്മൾ ഇത്രയും കാലം ദൈവം അവസരം തന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പം നീ പഠിച്ചത് എന്താണ്? കൊടുക്കുന്തോറും മേറിടുമെന്ന് പറഞ്ഞ് നീ പഠിച്ച നിൻ്റെ പരിചയം, നിൻ്റെ പരിശീലനം, നിൻ്റെ പരിജ്ഞാനം അത് അടുത്ത തലമുറയ്ക്ക് കൂടെ നീ ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറ അത് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് എന്നെക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ചെയ്യാത്തതിൽ എനിക്ക് ഇന്നത്തെ തലമുറ ചെയ്യുന്നത്, ഒരാൾക്ക് അപജയം വന്നാൽ അല്ല പൊക്കിയെടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി അവരുടെ സിമ്പതി കുറേ വാരിക്കോരി കാണിച്ച് 4 ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അവരവരുടെ ഭാഗം മൈലേജ് ഉണ്ടാക്കും. അതല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു സഹവർത്തിത്വമുണ്ട്. ഈ സിനിമയ്ക്കകത്തല്ല, ജീവിതമേ ശാശ്വതമല്ല, ആണോ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു മേഖല. ഒരു സിനിമയിലെ 100-125 യൂണിറ്റിലെ അംഗങ്ങൾ ഏതെല്ലാം വീട്ടിന് ഏതെല്ലാം രീതി വരുന്നവരാണ്. ഈ സിനിമയുടെ കൂടാരത്തിന് താഴെ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിക്കുന്നത്. അവർക്ക് തമ്മിൽ അതിനുള്ള ഒരു പരസ്പര ധാരണയും സ്നേഹവും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമകളിൽ ഞാനത് അനുവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ ആദ്യകാല ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പിരിയാൻ നേരത്തെ എപ്പോഴും പല ആർട്ടിസ്റ്റുകളും യാത്ര കണ്ണുനീര് നിറഞ്ഞ യാത്ര, അങ്ങനെ ഒരു ബന്ധം ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഞാൻ പുറത്തേക്ക് പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പബ്ലിക് റിലേഷൻ വർദ്ധിപ്പിക്കാറില്ല. ഞാൻ വിളക്ക് വയ്ക്കുന്ന എല്ലായിടത്തും പോയി കൊളുത്തുമ്പോൾ തലനിട്ടാനോ പോകുന്ന ആളല്ല. ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്ന ഒരൊറ്റയ്ക്ക് നടക്കുന്ന ആളാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരോ എന്നെ സമീപിക്കുന്നവർക്കോ ഞാൻ ഒരു അപ്രിയമായ കാര്യങ്ങളും ചെയ്യില്ല. പക്ഷേ ഫിലിമി ഫ്രൈഡേസ് എന്ന സാധനത്തിൽ ഞാൻ സംഗതികൾ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എവിടെയെല്ലാം കൊണ്ടു, എനിക്ക് എവിടെയെല്ലാം മനസ്സിലായി എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഉദാഹരണ സഹിതം പറയുമ്പോൾ അത് തോന്നരുത്. അത് അയ്യോ ബാലേന്ദ്രൻ ഇത്രയും ഓർമ്മിച്ച് വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു നന്ദി എനിക്ക് പറയണം. അതാണ് എൻ്റെ ആഗ്രഹം. എത്ര പേര് കരഞ്ഞു. ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ എന്നല്ല ഇപ്പോഴും അത് ചർച്ചാ വിഷയമാണ് ആർത്തവം എന്ന വാക്ക്. സാറ് അടുത്തിടെ ഫേസ്ബുക്കിൽ ഒരു വിമർശനം, അതിനെപ്പറ്റി ഒരു ക്രിറ്റിസിസം പറയുണ്ടായി. ഞാൻ ആർത്തവത്തെ പറ്റി അതാ പറഞ്ഞു, സോറി. ആർത്തവത്തെ പറ്റി പറഞ്ഞു. ആർത്തവം ഉണ്ട്, ആർത്തവം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മിണ്ടായിരുന്ന ഭക്ഷണം കഴിക്കുകയാണ്. വേറൊന്നുമല്ല, ഇതിനകത്ത് സ്ത്രീയെയും പുരുഷനെയും കൂടെ പരസ്പരം വേർതിരിച്ച് നിർത്തി കലഹിപ്പിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിലുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. സ്ത്രീ സമത്വം, പെണ്ണെഴുത്ത്, പെൺ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മനഃപൂർവ്വമായിട്ട് വിഭാഗീകരിച്ച് കാണിച്ചിട്ട് അവരിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അതിനിടയോട് കിട്ടുന്ന ലാഭം ഉണ്ടാക്കുക. അതുകൊണ്ട് അത് മാധ്യമങ്ങൾക്കുണ്ട്, അവരുടെ പേജിൽ നിറയ്ക്കുന്നുണ്ട്, ചാനലുകൾ തകർക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലെ നിസ്സാരം ഇന്നലെ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ വേറൊരു സ്ഥാനാർത്ഥി ഇന്നത് പറഞ്ഞു. ഇന്നലെ ചാനലിൽ മൊത്തം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ തൽക്കാലത്തെ ഇതിനു വേണ്ടി ഉള്ളതാണ്. യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് തരുന്ന ആളെയാണ് ഞാൻ. ഇത്രയും കാലം സ്ത്രീകളെ കണ്ടു, മനസ്സിലായില്ലേ? സ്ത്രീയെ കണ്ടു. എനിക്ക് ഒരു സ്ത്രീ ഒരു പ്രശ്നകാരിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാനൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു, ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുത്തെ പോയി പ്രേമം അഭ്യർത്ഥിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞാൽ അവൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ വിവാഹം ഉറപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ പെട്രോൾ എടുത്ത് ഒഴിച്ച് കത്തിക്കുകയാണോ വേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പരിഹാരമാണത്? ഇതിനെ പത്രത്തിൽ അങ്ങ് വികസിപ്പിച്ച് എഴുതുക എന്നുള്ളതല്ലാതെ ഇതിനൊരു പരിഹാരമാർഗ്ഗം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അതിന് പകരം ഇതിനെ വെച്ചിട്ട് പിന്നെ സ്ത്രീയും പുരുഷനും ശത്രുക്കളാണ്. അല്ല, ഇതൊരു ഭ്രാന്തൻ കാണിച്ചതാണ്. എവിടെയോ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവത്തെ പർവ്വതീകരിച്ചെടുത്ത് കാണിച്ച് ദേ ആർ മേക്കിംഗ് ക്യാപിറ്റൽ ഔട്ട് ഓഫ്. ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എഴുതിയത് ഫേസ്ബുക്ക് അതിനെപ്പറ്റിയല്ല, ഞാൻ എഴുതിയത് മാസ്റ്റർബേഷനെ പറ്റിയാണ്. മാസ്റ്റർബേഷൻ എന്നൊരു വാക്കെടുത്ത് 4-5 സ്ത്രീകൾ ചുറ്റി വരുന്നു, അതിനെ വർണ്ണിച്ച് വിവരിച്ച് കഴിഞ്ഞാൽ സ്ത്രീ സമത്വം ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതിപ്പോഴും ഞാൻ ചോദിക്കുന്നു, എന്നെ എത്ര പേര് ഇഷ്ടപ്പെട്ടാലും ഇട്ടില്ലെങ്കിലും. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഞാൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പബ്ലിഷ് ചെയ്തപ്പം വായിച്ചുകൊണ്ടിരുന്ന സാർ ആ മാസ്റ്റർബേഷൻ്റെ സ്പെല്ലിംഗ് ശരിയില്ലെന്ന് പറഞ്ഞു. ശരിയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ആ വാക്ക് ഞാൻ എഴുതിയത് ഫേസ്ബുക്കിൽ ഇപ്പോഴാണ്. അതിവർ ചർച്ച ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും അതിനെപ്പറ്റി എഴുതണമെന്നും ആലോചിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമുക്കിത് അറിയില്ലെന്നുള്ളതല്ല.
കാടി ആയാലും മൂടി കുടിക്കണമെന്ന് പഴയ ആൾക്കാർ പറഞ്ഞൊന്നും പുച്ഛിക്കരുത്. അങ്ങനെയാണ് ഞാൻ വസ്ത്രം കൊണ്ട് ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കുള്ളതല്ലേ എനിക്കുള്ളൂ, നമുക്ക് നേരെ ഇരുന്നാൽ പോരെ. അപ്പം ചിലതൊക്കെ നമ്മൾ പാലിക്കണം. അത് സ്ത്രീ പിന്നെ എൻ്റെ സിനിമകളിൽ മെയിൽ ചവനിസ്റ്റിക് സംഭവം ഒന്നുമില്ല. എനിക്കുള്ള പരാതി, ഞാൻ സ്ത്രീകളെ ബഹുമാനിച്ചിട്ടുള്ളതുപോലെ അടിവരയിട്ട് ഞാൻ പറയും, നമുക്ക് യോഗ്യത കൊണ്ട് എന്താ പറഞ്ഞാൽ കുഴപ്പം, പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സെൽഫ് മാർക്കറ്റിംഗ് അതിൻ്റെ അഗ്രകോടികൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തർ എന്തല്ലേ അവർ പല ഏജൻസിനെ വെച്ച് അറിയാത്തത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, കൈ അടിപ്പിക്കുന്നു. ഇപ്പോൾ എന്താ കോമ്പയർ പേഴ്സൺസ് എന്താ ചെയ്യുന്നത് സ്റ്റേജിൽ, ഞാൻ ചോദിക്കുക, പറയണം. ഒരു മാന്യനായ വ്യക്തിയെ കൊണ്ടുവരുത്തിയിട്ട് ഇദ്ദേഹം മഹാനാണ്, ഇദ്ദേഹമാണെന്ന് പറയുമ്പോൾ ആരും ഉണ്ടായിരുന്ന ഒന്ന് കൈയടിച്ചേ, അതല്ലേ ഇവിടുത്തെ മാർക്കറ്റിംഗ്. അങ്ങനെ പറയുന്നതേ ഗതികേടാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണെന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്വാഭാവികമായിരുന്ന കൈയടിയാണ് അംഗീകാരം. എല്ലാവരും കൈയടിച്ചതെന്ന് അവരെ അടുപ്പിച്ച് അവർ കൈയടിക്കുന്ന തൊഴിലാളികളാക്കി സദസ്യരെ മാറ്റുന്ന രീതി ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വിഷയം വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി പ്രതികരിച്ചു. അപ്പോൾ കുറച്ച് ഇഷ്ടമുണ്ടായി, അനിഷ്ടമുണ്ടായി. പക്ഷേ പറയേണ്ട രീതിയിൽ പറയാനാണല്ലോ ജീവിതം വന്നിരിക്കുന്നത്. ഇത് ലിമിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനിക്കുന്ന കുട്ടി പിന്നെ ഋതുമതിയായിട്ടല്ലോ ജനിക്കുന്നത്. നമുക്ക് പല്ല് ജനിക്കുമ്പോൾ മോണയല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അമ്മിഞ്ഞാണ് കുടിക്കുന്നത്, ശരിയാണോ? കുട്ടിക്ക് പല്ല് കൊടുത്ത് അമ്മയുടെ മുല മുറിയും, ശരിയാണോ? ഇതൊക്കെ സ്വാഭാവിക നീതി ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പ്രായമായപ്പോൾ ആദ്യം ഒരു ഡോസ് പല്ല് കൊടുത്തു, അതിൻ്റെ ടെസ്റ്റ് ഡോസാണ്. ഇതൊക്കെ കഴിച്ചു നോക്കുന്നേ. അത് കഴിഞ്ഞു രണ്ടാമത് ബലമുള്ള പല്ല് കൊടുത്തു, അത് വെച്ച് മാക്സിമം തിന്നുവാൻ, ചിരട്ട വരെ കടിച്ചു തിന്നു. അതവൻ്റെ പ്രായം കുറേ കഴിഞ്ഞപ്പം ആ പല്ലുകൾ കൊഴിഞ്ഞു. പിന്നെ അവൻ ക്ഷമിക്കണം, പിന്നെയും വെപ്പുപല്ല് വെച്ചിട്ട് പന്നി കടിക്കരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളിതൊന്നും കേൾക്കാതെ, ഇതിനൊന്നും നമ്മൾ അനുകൂലിച്ചു പോകാതെ, നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു ധൃതി അത്രപ്പാട് കാണിച്ച് ജീവിക്കുന്നിടത്തുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നും ഐ സ്റ്റിൽ സ്റ്റിക്ക് ടു ഇറ്റ്. ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള എൻ്റെ നായികമാർ, ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒരു കാരണവശാലും നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ക്രക്സാണ്. ഒരു പെൺകുട്ടിയെ പോലും നായികയായിട്ട് കൊണ്ടുവന്നല്ലോ എന്ന് വെച്ചാൽ നായികയായിട്ട് കൊണ്ടുവന്ന എല്ലാ സ്ത്രീകളെയും കുളിപ്പിച്ചിട്ടുള്ള പ്രതിപാദനന്മാരായ സംവിധായകരുടെ പേര് ഒന്നങ്ങോട്ട് പറയാം. ഞാൻ മനഃപൂർവ്വം പറയാത്തത്. പ്രതിപാദനന്മാരെന്ന് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാർ ഓരോ കാരണം കണ്ടുപിടിച്ച് അവരെ കാരണം ഒന്ന് കുളത്തിൽ മുക്കിയെടുക്കും. അതാണ് കമേഴ്ഷ്യലൈസേഷൻ. അതിന് നായികമാരെ ഉപയോഗിക്കാത്തൊരു ഡയറക്ടറാണ് ബാലേന്ദ്രൻ. ഒന്ന്. രണ്ട്, എൻ്റെ അച്ചുവേട്ടൻ്റെ വീട്ടിലെ രുക്മിണി എന്ന കഥാപാത്രം എന്താ, അതിന് സ്ത്രീ മുഖമില്ലേ? അവരെന്താ ചെയ്യുന്നത്? ഭർത്താവ് തന്നെ വെറും ഷോ പീസായി വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഹൃദയസ്തംഭനം മരിച്ചു കഴിഞ്ഞാൽ മോക്ക് വിഷം വാങ്ങിച്ചു കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുക. ഇല്ലമ്മ, നമുക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിടത്തുനിന്ന് ജീവിതത്തെ സധൈര്യം കണ്ടിട്ട് സക്സസ്സിലേക്ക് നടന്നു പോകുന്ന രുക്മിണി എന്ന കഥാപാത്രം രോഹിണി അത്തങ്കടി അഭിനയിച്ചത്. അടുത്ത കാലത്ത് ഞാൻ ഒരു പുസ്തകം കണ്ടു, ഒരു മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, അതിലും രുക്മിണിയെ കാണുന്നില്ല അവർ. അപ്പോൾ ഇതൊക്കെ വ്യാജമാണ്, അതാവരുത്. ഞാനീ പറയുന്നതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും അനിഷ്ടപ്പെട്ടാലും ഉള്ളതല്ലാത്തുള്ള കാര്യം ഞാൻ പറയുകയില്ല. ഞാൻ പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും. കാരണം മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്, ഉള്ളത് പറഞ്ഞാൽ കുറിയും ചിരിക്കും. അതാണ് വിശ്വാസം. ഞാനിപ്പോൾ ഇത് കേട്ട ഉടനെ സ്ത്രീകൾ, ഞാൻ ഒരിക്കലും എതിരില്ല. സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ഒരു ലേഡി കമ്പാനിയനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ബാലേന്ദ്രൻ. പക്ഷേ നിങ്ങളിങ്ങനെയാണോ, ഞങ്ങളിങ്ങനെ അങ്ങായേക്കാം, അത് വേണ്ട. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാം പ്രോത്സാഹിപ്പിക്കണം. സ്ത്രീകൾ പൈലറ്റ് ആയെന്താ കുഴപ്പം? കുറേ കൂടെ ശാന്തമായിരിക്കും. സ്ത്രീകളാണ് എഫിഷ്യൻസി കൂടുതൽ, സ്ത്രീകളിലാണ് യൂട്ടിലിറ്റി കൂടുതൽ. കാരണം അവർ ജോലി നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഭാര്യയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് എന്നേക്കാൾ സിസ്റ്റമാറ്റിക്. അത് കൂടിപ്പോൾ ഞങ്ങളുടെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പക്ഷേ ബട്ടൺ ഇട്ടാൽ അത് മാറിക്കിടക്കണം, ഇത് ബട്ടൺ മാറിയുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ത്രീയുടെ ഉപദേശമോ അല്ലെങ്കിൽ സ്ത്രീയുടെ നിയന്ത്രണമോ ഇഷ്ടമല്ലാത്ത ആളല്ല. പക്ഷേ അസ്ഥാനത്ത് കാണിക്കുന്ന ഈ വെപ്രാളം എന്ന വാക്ക്, ഞങ്ങൾ തല കുനിച്ച് കൈ തൊഴാൻ തയ്യാറാണ്. സ്ത്രീകളെ, എൻ്റെ അമ്മ സ്ത്രീയാണ്, എനിക്ക് അമ്മയെ ബഹുമാനിക്കാനേ പറ്റും. നിങ്ങൾ ഇന്നലെ വെള്ളം കാണിക്കുന്നത് ഷർട്ട് ഊര. അപ്പോൾ ഈ ഇങ്ങനെ പറയുമ്പോൾ പലതും പറയേണ്ടി വരും. നമ്മൾ അമ്പലത്തിൽ കയറാൻ ഷർട്ട് പിന്നെ ധരിച്ച് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ള അമ്പലങ്ങളുണ്ടല്ലോ. നമ്മൾ പോകുന്നു, ഒരു ലേഡി വരുന്നു, ഞങ്ങൾക്ക് എന്താ കുറവ്? ഞങ്ങൾ പിന്നെ അദ്ദേഹം കയറുന്ന പോലെ ശരീരം എന്താ പറയുന്നത്, മേൽമുണ്ടില്ലാതെ കയറാമെന്ന് വയ്ക്കുമോ? അവിടെ സ്ത്രീത്വം തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ സ്ത്രീയും പുരുഷനും വ്യത്യാസമുണ്ട്. അതിനെ അന്തസ്സായിട്ട് അംഗീകരിച്ചിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ജീവിക്കാൻ നോക്കുക എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത്. ഈ ഫൈറ്റ് ഉണ്ടാക്കുന്നത് സമൂഹത്തിലെ ചില വ്യക്തികളുടെ താല്പര്യമാണ്. എൻ്റെ ഇറക്കിൽ അത് വോട്ട് വാങ്ങിക്കാനുള്ള മാർഗ്ഗമാണ്. അത് അവർ തിരിച്ചറിയണം.